ചില ആളുകൾ പറയുന്നു, നേരത്തെ ഇവിടെ സലീം സുല്ലമി സൂചിപ്പിച്ചതുപോലെ, ഇനി മുജാഹിദുകൾക്ക് തൗഹീദ് പറയാൻ കഴിയുകയില്ല എന്ന്, ഇനി മുജാഹിദുകൾക്ക് ഇവിടെ തൗഹീദ് പ്രഖ്യാപിക്കാൻ കഴിയുകയില്ല എന്ന്. ഈ മുജാഹിദ് പ്രസ്ഥാനം ശിർക്കിലാണ് എന്നാണ് പറയുന്നത്. ഹുസൈൻ മടവൂരിനെ പോലെ, സലാഹുദ്ദീൻ മദനിയെ പോലെ ഈ പ്രസ്ഥാനത്തിന് ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മർക്കസ് ദഅ്വ വിഭാഗത്തിൽ പ്രവർത്തിക്കുകയും ഐക്യത്തോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന നേതാക്കന്മാരെ വ്യക്തിപരമായി തേജോവധം ചെയ്യുവാനും അവർക്കെതിരെ ദീർഘമായ എപ്പിസോഡുകൾ പുറത്തിറക്കുവാനുമാണ് ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിലും ഇതിന്റെ പരിസര പ്രദേശങ്ങളിലും തൗഹീദിന്റെ പ്രബോധന മേഖലയിൽ കഴിയുന്ന സേവനങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറുന്ന, മരണം വരെ ആ നിലയ്ക്ക് തന്നെ തൗഹീദിൽ അടിയുറച്ച് നിൽക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന, ശിർക്കിലേക്ക് പോകുമോ എന്ന് അങ്ങേയറ്റം ഭയപ്പെടുന്ന ഈ ഉള്ളവനെ കുറിച്ച് പോലും ശിർക്കിന്റെ വാഹനായി, ശിർക്കിന്റെ പ്രചാരകനായി മുദ്ര കുത്തിക്കൊണ്ട് പേര് വെച്ചുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ ഒരു നോട്ടീസ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറങ്ങുകയുണ്ടായി. ഇതാണ് ആ ഒരു നോട്ടീസ്. മൂസ മൗലവിക്കാര ഇവിടെ വന്നിട്ട് ആരോപണം ഉന്നയിച്ച എന്താ അറിയാം നിങ്ങൾ? ജിന്നും മലക്കും അഭൗതികമാണെന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ കഴിവിൽ വിശേഷണത്തിൽ പങ്കുചേർത്ത് ഷിർക്കിലേക്ക് പോയിരിക്കുന്നു. ആര്? മുജാഹിദുകളെ. എങ്ങനെയാണ് ഷിർക്കിലേക്ക് പോയത്? ജിന്നും മലക്കും അഭൗതികമാണെന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ കഴിവിൽ വിശേഷണങ്ങളിൽ പങ്കുചേർത്ത് ഷിർക്കിലേക്ക് പോയിരിക്കുന്നു മർക്കസ് ദഅ്വ മുജാഹിദുകൾ, അതല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം.